ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പന്നിരപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? അങ്ങനെ ഇന്നത്തെ ചെമ്പന്നിരപ്പൂവിൽ ചന്ദ്രമതി ശ്രുതിയുടെ അടുത്ത് റൂമിൽ വന്നിട്ട് വാതിലൊക്കെ അടച്ചിട്ട് പറയാണ്, എനിക്ക് വൈകി എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ നാണക്കട, എന്തായാലും പൈസ തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം എൻ്റെ തലയിലേക്കായി. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടേ പറ്റൂ, എങ്ങനെയെങ്കിലും നമുക്ക് പൈസ തിരിച്ചു കൊടുത്തേ പറ്റൂ. ശ്രുതി, ഒരു കാര്യം ചെയ്യ്, നീ നിൻ്റെ അച്ഛനോട് വിളിച്ചിട്ട് 50 ലക്ഷം രൂപ അയച്ചു തരാൻ പറ, എങ്ങനെയെങ്കിലും അത് അവരുടെ മുഖത്ത് കൊടുത്തിട്ട് നമ്മുടെ നാണക്കേട്ട് തീർക്കാമെന്ന് പറയണം. അപ്പോൾ ശ്രുതി ആകെ പെട്ടു കേട്ടോ. ശ്രുതി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, എങ്ങനെ ശ്രുതിയുടെ അച്ഛനോട് പറയും, ശ്രുതിയുടെ അച്ഛൻ ജയിലിലല്ല അമ്മേ. ആയിക്കോട്ടെ, ജയിലിലാണെങ്കിൽ ഇളയച്ചനോട് പറയാലോ, നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാൻ പൈസയൊക്കെ തന്നതല്ലേ, എങ്ങനെയെങ്കിലും അത് ശരിയാക്കി തരാൻ പറയാമെന്ന് പറയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, എനിക്ക് അച്ഛനെ കോൺടാക്ട് ചെയ്യാൻ കഴിയില്ലല്ലോ ആൻറ്റി, ഞാൻ ഇളയച്ചനോടൊന്ന് ചോദിച്ച് നോക്കട്ടെ എന്ന് പറയാണ്. എന്ത് വന്നാലും ശരി മോളെ, അത് കൊടുത്തിട്ട് നമുക്ക് ആ നാണക്കേട്ട് തീർക്കണം എന്ന് പറയാണ്. ഇതിനെല്ലാത്തിനും കാരണം ഇവൻ ഒറ്റൊരുത്തനാ. ഇവനെ കെട്ടിയോണ്ട് നീയും പെട്ടു, ഇവനെ പ്രസവിച്ചുകൊണ്ട് ഞാനും പെട്ടു, നമ്മൾ രണ്ടുപേരും ഊരാക്കുടുക്കിൽ പെട്ടിട്ടായിരിക്കണം ഇപ്പോൾ ഇവനെ കാരണം എന്ന് പറയാണ്. എന്നിട്ട് ചന്ദ്രമതി പോകാൻ തിരിയുമ്പോൾ ശ്രുതി പറയാണ്, എല്ലാത്തിനും കാരണം അമ്മയാ. ഞാനോ? അതെ, അമ്മ എന്നെ പ്രസവിച്ചതോട് കൂടിയിട്ടേ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായി. അമ്മ എന്നെ പ്രസവിച്ചതോടുകൂടി പ്രസവം സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു. പറയാണ്. അപ്പോൾ ചന്ദ്രമതി, സച്ചിയെ പ്രസവിക്കരുതായിരുന്നു, സച്ചിയെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. അപ്പോൾ ചന്ദ്രമതി തിരിച്ചു വന്നിട്ട് പറയാണ്, സച്ചിയെ പ്രസവിച്ചത് കൊണ്ടല്ലടാ, നിന്നെ പ്രസവിച്ചുകൊണ്ട് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായി. എനിക്ക് തോന്നുന്നത് നിന്നെ പ്രസവിക്കുകയേ ചെയ്യായിരുതായിരുന്നു എന്നാണ് എനിക്ക് തോന്നണത് എന്ന് പറയാണ്. ശ്രുതി എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കണ മോളെ പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ശ്രുതി ആകെ പെട്ടു. ശ്രുതി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്, എന്താ വേണ്ടതെന്നറിയാതെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് അച്ഛമ്മയുടെ കാലിൽ തൈലം പുരട്ടി തിരുമ്മി കൊടുക്കുകയാണ് സച്ചി. അച്ഛമ്മയുടെ കാല് സച്ചി തിരുമ്മി കൊടുക്കുമ്പോൾ രേവതി ചോദിക്കണ്ട, അച്ഛമ്മയ്ക്ക് ചായ തട്ടി ചോദിക്കുമ്പോൾ വേണ്ട മോളെ, എനിക്കിപ്പോൾ വേണ്ട പറയും. അപ്പോൾ ചന്ദ്രമതി വേഗം വന്നിട്ട്, രേവതി എനിക്കുള്ള കോഫി എടുത്തോ എന്ന് പറയാണ്. അപ്പോൾ അച്ഛമ്മ ഇത് കേൾക്കുമ്പോൾ പറയും, ചന്ദ്രേ, അവൾ കോഫി ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട്, നീ പോയി എടുത്ത് കുടിക്കുക, കോഫിക്ക് കയ്യും കാലൊന്നും ഇല്ല, നിൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറയാണ്. അല്ല, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ എന്ന് പറയാണ്. അല്ല അമ്മ അവിടെ ഉണ്ടായിരുന്നോ? ഞാൻ വിചാരിച്ചു അമ്മ ഉറങ്ങാവും ക്ഷീണം കാരണം. ഞാൻ ഉറങ്ങുന്നില്ല, ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് വയലിൽ പോണ ആളാണ്, വൈകിട്ട് വരെ ഞാൻ വയലിൽ വർക്ക് ചെയ്യണ ആളാണ്, എനിക്കൊരു ക്ഷീണവും ഇല്ല, ഒന്നുമില്ല, എന്നെ സഹായിക്കാൻ ഒരാളുമില്ല, നിന്നെ സഹായിക്കാൻ നിനക്ക് 3 മരുമക്കളുണ്ട് എന്നൊക്കെ പറയാണ്. നിനക്കൊന്നും അറിയണ്ട, സമയത്ത് വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നാൽ മതി, നിനക്കെല്ലാം നിൻ്റെ മുൻപിൽ എത്തിക്കോളും എന്ന് പറയാണ്. അപ്പോൾ ചന്ദ്ര പറയണ, അമ്മയ്ക്ക് മരുമോളായി ഞാനില്ലേ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സച്ചി പറയണം, അച്ഛമ്മ മുമ്പ് അമ്മയെ കൂടി കൂട്ടിക്കോ, എല്ലാ പണികളും അമ്മയ്ക്ക് ചെയ്തോളും, അമ്മ ചെയ്തോളും, അച്ഛമ്മയ്ക്ക് ഒരു ഭാഗത്തിരുന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് പറയാണ്. സച്ചി പറയും, അച്ഛമ്മ വെറുതെ ഇരുന്നാൽ മതി, അച്ഛമ്മ എല്ലാം അമ്മ ചെയ്തോളം പറയുമ്പോൾ അച്ഛമ്മ പറയും, ഞാനവിടെ സമാധാനമായിട്ട് കഴിയാൻ നിനക്ക് സഹിക്കണില്ല അല്ലേ, എന്നെ സഹായിക്കാൻ ആരും വേണ്ട, എനിക്കുള്ളത് വെച്ചുണ്ടാക്കാനും വിളമ്പാനും എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങളൊക്കെ ഇവിടെ സന്തോഷമായിട്ട് കഴിഞ്ഞാൽ മതി എന്ന് പറയാണ്. അപ്പോഴേക്കും ശ്രീകാന്ത് വർഷം കൂടി പറഞ്ഞിട്ട്, അച്ഛമ്മേ എന്താ പറ്റി, എന്താ അച്ഛമ്മയുടെ കാലിന് ചോദിക്കുമ്പോൾ പറയണല്ലോ, എൻ്റെ കാല് കുറച്ച് വേദനയുണ്ട് മോനെ, അതൊന്ന് സച്ചി തൈലിട്ട് ഒഴിഞ്ഞ് എന്നാൽ ശരിയാവും എന്ന് പറയണം. അപ്പോൾ എന്താ ഞങ്ങൾ തൈലിട്ടാൽ ശരിയാവില്ലേ ചോദിക്കുകയാണ് ശ്രീകാന്ത്. അപ്പോൾ വർഷം പറയും, അച്ഛമ്മേ പൊറോട്ട അടിക്കണ കയ്യാ, നല്ല കൈപ്പുണ്യം ഉണ്ടാവും എന്ന് പറയാണ്. അങ്ങനെ അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ സച്ചി പറഞ്ഞ, രേവതിയെ, സച്ചിയുടെ തിരുമ്മലൊക്കെ കഴിഞ്ഞ് സച്ചി പറഞ്ഞ, രേവതിയെ ഓട്ടുണ്ട്, കഴിക്കാൻ എന്തെങ്കിലും വേണം പറയുമ്പോൾ രേവതി പറയും, ഞാൻ ദോശ ഉണ്ടാക്കി തരാം സച്ചേട്ടാന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ, ഞാൻ ദോശ ഉണ്ടാക്കി തരാം സച്ചേട്ടാന്ന് രേവതി പറയണപ്പോൾ ചന്ദ്ര പറയണം, അതെ എല്ലാവർക്കും വേണം, എല്ലാവർക്കും ജോലിക്ക് പോകണല്ലോ, എല്ലാവർക്കും ഉള്ള ഭക്ഷണം വേഗം ഉണ്ടാക്കുമെന്ന് പറയണം. അപ്പോൾ അച്ഛമ്മ ചോദിക്കും, നിനക്ക് എന്താ ഇവിടെ പണി? രേവതിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, പിന്നെ നീ നിനക്കുള്ള ഭർത്താവിനുള്ളത് ഉണ്ടാക്കി കൊടുക്കുക, അവൾക്ക് അവളുടെ ഭർത്താവിന് മാത്രം ഉണ്ടാക്കി കൊടുക്കേണ്ട ചുമതല ഉള്ളൂ എന്ന് പറയുമ്പോൾ രേവതി പറയും, അല്ല അച്ഛമ്മ ഞാനെല്ലാവർക്കും. അപ്പോൾ സച്ചി പറയും, മിണ്ടരുത് രേവതി, അച്ഛമ്മ പറയുന്നത് കേൾക്ക് എന്ന് പറയാണ്. നീ രവീന്ദ്രൻ്റെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, അതുപോലെ രേവതി സച്ചിക്ക് ഉണ്ടാക്കി കൊടുക്കട്ടെ. അപ്പോൾ ശ്രീകാന്ത് കോണി ഇറങ്ങി വന്നിട്ട് ചോദിക്കും, അപ്പോൾ എനിക്കോ? നിനക്കുള്ളത് ശ്രുതി ഉണ്ടാക്കി തരും. ശ്രുതിയോ? അതെ. അയ്യോ അച്ഛമ്മയെ ടേസ്റ്റില്ലാത്ത ഭക്ഷണം കഴിച്ചാൽ എനിക്ക് കടയിൽ ശരിക്കും പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല, എനിക്ക് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാൻ പറ്റില്ല, എൻ്റെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിനെ അത് ബാധിക്കും എന്നൊക്കെ പറയണം. അവൾ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ട് നീ പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രുതി, ഞാനാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അപ്പോൾ അതേ പറയും. അപ്പോൾ ശ്രീകാന്തിനുള്ള ഭക്ഷണം വർഷം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ, അച്ഛമ്മ ഞാനോ? ഞാൻ ശ്രീകാന്തിനെ അടുക്കളയിൽ ജോലികളിലൊക്കെ സഹായിക്കാനുണ്ട്, പക്ഷെ എനിക്ക് ദോശ ഉണ്ടാക്കാനൊന്നും അറിയില്ല അച്ഛമ്മ എന്ന് പറയാണ്. ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിക്കുക എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവനവൻ്റെ ഭാര്യമാർക്കുള്ള ഭക്ഷണം അവനവൻ്റെ ഭർത്താക്കന്മാർക്കുള്ള ഭക്ഷണം അവനവൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറയും. അപ്പോൾ സച്ചി പറയും, ശരി അച്ഛമ്മേ, ഞങ്ങൾക്കുള്ള ഭക്ഷണമൊക്കെ ഞങ്ങളുടെ ഭാര്യമാരുണ്ടാക്കി തരും, പക്ഷേ ഭാര്യമാർക്കുള്ള ഭക്ഷണം ആരുണ്ടാക്കും? അത് നിങ്ങളെ ഭർത്താക്കന്മാരുണ്ടാക്കി കൊടുക്കണം എന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് പറയാം, അത് ഗുഡ് ഐഡിയ അച്ഛമ്മയെന്ന് പറയാണ്. അപ്പോൾ രവീന്ദ്രൻ, അല്ല അത് പിന്നെ അമ്മേ, അപ്പം ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കണോ എന്ന് ചോദിക്കണം. അപ്പോൾ ശ്രുതി, ദൈവമേ, അപ്പം ഞാൻ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കും ശ്രുതിക്ക് എന്ന് ചോദിച്ചിട്ട് ശ്രുതി പെടുകയാണ്.
രവീന്ദ്രൻ അപ്പോൾ ചോദിക്കുകയാണ് ഇതൊക്കെ വേണം അമ്മയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേണം, ഒരടുക്കളയിൽ രണ്ടടുപ്പിൽ രണ്ടുപേരും ഒരുപോലെ ദോശ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ വേഗം കഴിയും, രണ്ടടുപ്പും കത്തിച്ചാൽ മതി. അപ്പോൾ ആദ്യത്തെ ഊഴം രവിയുടെയും ചന്ദ്രയുടെയാണ്. അപ്പോൾ വേഗം രവി ചന്ദ്ര അടുക്കളയിലേക്ക് ചെല്ല് എന്ന് പറയാണ് അച്ഛമ്മ. അപ്പോൾ രവി ചന്ദ്രകളും മടിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ കലാവതിയമ്മ പറയും, എന്താ നിങ്ങൾ രണ്ടുപേരും മടിച്ചിരിക്കണം, ഞാൻ പറഞ്ഞ കേട്ടില്ലേ, ഇപ്പോൾ അടുക്കളയിലേക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രവീന്ദ്രനെയും ചന്ദ്രയും ദോശ ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് വിടുകയാണ്. അപ്പോൾ രവീന്ദ്രൻ ചന്ദ്രയ്ക്ക് ഉണ്ടാക്കി കൊടുക്കണം, ചന്ദ്രൻ രവീന്ദ്രന് ഉണ്ടാക്കി കൊടുക്കണം. അവർ രണ്ടുപേരും അടുക്കളയിൽ പോയി അടുപ്പൊക്കെ റെഡിയാക്കി ദോശക്കല്ലൊക്കെ വെച്ചു. അപ്പോൾ രവീന്ദ്രന് ദോശമാവ് എടുത്ത് കൊടുക്കേണ്ട ചന്ദ്ര. അപ്പോൾ ചന്ദ്രയ്ക്ക് സന്തോഷമാണ് കേട്ടോ മനസ്സിൽ. ആ സന്തോഷം ചന്ദ്രയുടെ മുഖത്തും കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഒളിച്ചിരിക്കുകയാണ്. ഒളിച്ചു നോക്കാണ്ട് സച്ചിയും ശ്രുതിയും ശ്രീകാന്തും എല്ലാവരും കിച്ചൻ്റെ വാതിലിൻ്റെ അവിടെ നിന്നിട്ട് ഒളിഞ്ഞു നോക്കണം. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ അച്ഛനും അമ്മയും അത് ചെയ്യുന്നത് കാണുമ്പോൾ. സച്ചിക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം കേട്ടോ. അങ്ങനെ അച്ഛമ്മയുടെ അടുത്തിരിക്കുകയാണ് രേവതി ഹാളിൽ ഇതൊക്കെ നോക്കിക്കൊണ്ട്. എന്നിട്ട് രേവതി ഒരു അച്ഛമ്മയെ നോക്കി ഒക്കെ എത്തി നോക്കണമെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ വർഷയും ശ്രീകാന്തും ശ്രുതിയും സച്ചിയും എല്ലാവരും അടുക്കളയ്ക്ക് ഒളിഞ്ഞു നോക്കിയാണ്. അച്ഛമ്മ എന്താണ് അവിടെ വല്ല പൂരം നടക്കണ്ടോ, ഘോഷയാത്ര വല്ല ഉണ്ടോ, ഇങ്ങോട്ട് വന്നതെന്ന് പറയണം. അല്ല അച്ഛമ്മേ, അച്ഛൻ അമ്മയും സംസാരിച്ചു അച്ഛമ്മേ, അമ്മ അച്ഛനോട് സംസാരിക്കുന്ന അച്ഛമ്മേ, നല്ല രസമുണ്ട് അവരവിടെ ദോശ ചുടുന്ന കാണാന്ന് പറയുമ്പോൾ മതി അവിടെ പോയി എത്തി നോക്കിയിട്ട് നിങ്ങൾ അങ്ങോട്ട് വന്നേ എന്നിട്ട് അവരെ വിളിക്കുകയാണ്. എന്താ അച്ഛമ്മേ, നമ്മുടെ അച്ഛനും അമ്മയല്ലേ, വേറെ ആരും അല്ലല്ലോ എന്നൊക്കെ പറയാണ്. ഒരു കാര്യം ചെയ്യാൻ, അവർ ദോശ ഇടുന്ന സമയം കൊണ്ട് നിങ്ങൾ മൂന്നാണുങ്ങളും പോയി പച്ചക്കറി അരിയ പറയണം. ഞങ്ങൾ പച്ചക്കറി അരിയാനോ ചോദിക്കാനോ ശ്രുതി. അതെ, എന്താ നിങ്ങൾ അരിഞ്ഞ പച്ചക്കറി അരിയാൻ പറ്റില്ലേ, നിങ്ങൾ പോയി പച്ചക്കറി വേഗം ചെല്ലേ പറഞ്ഞിട്ട് അവരെ പച്ചക്കറി അരിയാൻ വേണ്ടിയിട്ട് വിടാണ്. ഈ സമയത്ത് രവീന്ദ്രനും ചന്ദ്രയും കൂടി ദോശ ചൂടാണ്. ചന്ദ്രയോട് ചോദിക്കുകയാണ്, രവീന്ദ്രൻ നിനക്ക് എത്ര ദോശ വേണം ചന്ദ്രേ? എനിക്ക് 4 മതി പറയണം. 4 മതിയോ എന്ന് ചോദിക്കുകയാണ് രവീന്ദ്രൻ. അപ്പോൾ എന്നാൽ 5 ആയിക്കോട്ടെ പറയുമ്പോൾ രവീന്ദ്രൻ ചിരിക്കണം. അപ്പോൾ ചന്ദ്രൻ ചിരിക്കണം. അപ്പോൾ അവരുടെ ആ പിണക്കം എല്ലാം ഉരുകിപ്പോയി അവർ വീണ്ടും ആ പഴയ സന്തോഷത്തിലേക്ക് തിരിച്ചു വന്നിട്ടാണ്. പിന്നെ പച്ചക്കറി അരിയുന്ന ഭാഗമാണ് ശ്രീകാന്തും ശ്രുതിയും സച്ചിയും കൂടി പച്ചക്കറി അരിയാണ്. പച്ചക്കറി അരിയുമ്പോൾ ശ്രുതി സബോളയാണെന്ന് ശ്രുതിയുടെ കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രുതി പറഞ്ഞിട്ട് നിങ്ങൾ മനഃപൂർവ്വം എന്നെ കരയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ സബോള അരി എൻ്റെ അടുത്ത് ആക്കിയതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയടാ, കണ്ണ് കെട്ടി എറിഞ്ഞ സബോള അരിയുമ്പോൾ കണ്ണിന്ന് വെള്ളം വരില്ലേ പറഞ്ഞു. ആണോ, നല്ല ഐഡിയ ആണല്ലോ പറഞ്ഞിട്ട് ശ്രുതി വേഗം എന്ത് ചെയ്യും, തോർത്ത് കൊടുത്തിട്ട് കണ്ണ് കെട്ടിയിട്ട് സബോള അരിയാണ്. അപ്പോൾ സച്ചി നോക്കണ സമയത്ത് ശ്രുതി കണ്ണ് കെട്ടിയ കാരണം കണ്ണ് കാണാതെ കത്തി എവിടെ ഇരിക്കണം. അപ്പോൾ സച്ചി കത്തി എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ശ്രുതി കണ്ണ് കെട്ടിയിട്ട് സബോള അരിയാന്ന് പറഞ്ഞിട്ട് മുറിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോൾ സച്ചി നോക്കുമ്പോൾ കാണുന്നത് അവൻ്റെ വിരലിൽ തന്നെ മുറിക്കാൻ പോവാണ്. അപ്പോൾ ശ്രുതി നീ എന്തായി ചെയ്യണേ, നിന്നോട് സബോള അരിയാനേ പറഞ്ഞത്, നിൻ്റെ വിരൽ മുറിക്കാനല്ല പറഞ്ഞപ്പോൾ ശ്രുതി പെട്ടെന്ന് അയ്യോ എൻ്റെ വിരൽ മുറിയോ എന്ന് പറഞ്ഞിട്ട് വേഗം കണ്ണ് തുറന്നിട്ട് പറയണം, എൻ്റെ കൈ മുറിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നീ എന്നോട് കണ്ണ് കെട്ടി സബോള അരിയാൻ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് സച്ചിയോട്. അങ്ങനെ രവീന്ദ്രൻ്റെയും ചന്ദ്രൻ്റെ ദോശ ഉണ്ടാക്കുക. അതിൻ്റെ അടുത്ത ഊഴ ശ്രുതിയുടെ ശ്രീകാന്തിൻ്റെയാണ്. പച്ചക്കറി അരിയിലൊക്കെ കഴിഞ്ഞ് ശ്രുതി ശ്രീകാന്തും കൂടി ദോശ ഉണ്ടാക്കുക അടുക്കളയിൽ കയറിയപ്പോൾ ശ്രുതി കൂടി ദോശ ഉണ്ടാക്കുക അടുക്കളയിൽ കയറി. പക്ഷേ ശ്രുതിക്ക് ദോശ ഉണ്ടാക്കുന്നത് ഇപ്പോൾ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയും ഇതേ നോക്കി ഇങ്ങനെ മാവ് വെച്ചിട്ട് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ ശ്രുതിക്ക് അത് പരത്താനാണെങ്കിൽ ഇപ്പോൾ ശ്രുതി ഇങ്ങോട്ട് മാറി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യാണ്. എന്നിട്ട് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ചിരിച്ച് നിൽക്കാണ് കേട്ടോ സച്ചി പുറത്ത്. അത് കഴിഞ്ഞിട്ട് ശ്രുതി ഇതിനിപ്പോൾ എന്താ ചെയ്യുക, അത് മറച്ചിട ശ്രുതി എന്ന് പറയണം. മറച്ചിടാന്ന് പറയുമ്പോൾ ശ്രുതി എന്ത് ചെയ്യും, ശ്രുതിനെ പിടിച്ചിട്ട് പൊക്കുകയാണ്. എന്തിനാ എന്നെ പൊക്കണേ, മറച്ചിടണ്ടേ ചോദിക്കുമ്പോൾ അതെനിക്കറിയാം ശ്രുതി, ഞാൻ മറച്ചിടാൻ വേണ്ടിയിട്ട് ശ്രുതിനെ പിടിച്ച് പൊക്കി മറച്ചിടാം. ശ്രുതി എന്നെയല്ല ദോശ എന്ന് പറയണം. അപ്പോൾ ശ്രുതിക്ക് എങ്ങനെ നോക്കിയിട്ടും ദോശ ഇങ്ങനെ മറച്ചിടാൻ വേണ്ടി എടുക്കുമ്പോൾ ഒരു സൈഡൊക്കെ പൊട്ടിയിട്ട് നടുഭാഗം മാത്രമായിട്ട് വരികയാണ്. അതേ ഈ ദോശ ഇത്രയേ ഉള്ളൂ എന്ന് പറയുകയാണ് ശ്രുതിയോട്. അങ്ങനെ ശ്രുതിയുടെ ദോശ ശരിയാവില്ല, ശ്രുതിയുടെ ദോശ പൊട്ടാണ്. അപ്പോൾ ശ്രുതി പറയാണ്, ശ്രുതി ഇതൊക്കെ പൊട്ടിയില്ലോ എന്നൊക്കെ പറയണം. എന്നിട്ട് പറയണം നമുക്കൊരു കാര്യം ചെയ്താലേ, ഈ പൊട്ടിയ ദോശ എന്താ ചെയ്യേണ്ടതൊക്കെ പറയാം, ഒരു കാര്യം ചെയ്യും, നടുവിലത്തെ നമുക്കിപ്പോൾ തിന്നാം, ബാക്കി പൊട്ടിയത് കല്ലിരിക്കട്ടെ, നമുക്ക് നാളെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാമെന്ന് പറഞ്ഞാൽ ശ്രുതി അവനെ കളിയാക്കണേ. ശ്രുതി നിനക്ക് പറഞ്ഞിട്ടുള്ള പണിയൊന്നല്ല ഇത് പറഞ്ഞാൽ, നമുക്കൊരു കാര്യം ചെയ്താൽ ഈ പൊട്ടിയ ദോശ അങ്ങോട്ട് അച്ചമ്മയ്ക്ക് കൊടുത്താൽ അങ്ങോട്ട് ചെല്ല്, അച്ചമ്മയ്ക്ക് ഈ പൊട്ടിയ ദോശയും കൂടെ അങ്ങോട്ട് ചെല്ല്, നിനക്കുള്ളത് ബാക്കിയും കൂടി കേൾക്കാമെന്ന് പറയാണ്. അങ്ങനെ അതൊരു വിറ്റാണ്. അത് കഴിഞ്ഞിട്ട് അച്ചമ്മ പറയാണ് രേവതിയോട്, ഈശ്വര എങ്ങനെയൊക്കെ ആയിട്ട് അങ്ങോട്ട് നന്നായാൽ മതിയെന്ന് പറയണം. രേവതി പറയാണ് ഐഡിയ ഒക്കെ കൊള്ളാം അച്ചമ്മയുടെ, പക്ഷേ ഒരു കാര്യമുണ്ട്, എൻ്റെ കൈ കൊണ്ട് ഭക്ഷണം കിട്ടിയില്ല പറഞ്ഞിട്ട് പരാതി പറയരുത് കേട്ടോ എന്ന് പറയണം. ഇല്ല മോളെ, ഇന്നത്തെ ഒരു ദിവസത്തേക്ക് ഞാൻ ക്ഷമിച്ചോളാം എന്ന് പറയാണ് അച്ചമ്മ രേവതിയോട്. ശ്രുതിയുടെ ദോശ ഉടനെ കണ്ടു വന്നിട്ട് സച്ചി വന്നിട്ട് അച്ചമ്മോട് വന്നിട്ട് അത് പറഞ്ഞിരുന്ന ചിരിക്കുകയാണ്. അച്ചമ്മ ഇത് കണ്ടോ, നല്ല രസമുണ്ട് അവരുടെ ദോശ
എനിക്ക് കണ്ടിട്ട് ചിരി സഹിക്കണില്ല അച്ഛമ്മ. പാർലറേറ്ററിയുടെ കഷ്ടകാലം, അവൾക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറയണം. അത് പറഞ്ഞു കഴിയുമ്പോൾ വർഷം വന്നിട്ട് മെല്ലെ രേവതിയോട് പറയണം, രേവതി ചേച്ചി എനിക്ക് ദോശ ചൂടാൻ അറിയില്ല, രേവതി ചേച്ചി എനിക്കൊന്ന് ദോശ ചുട്ടാന്ന് സഹായിക്കുമോ? ഞങ്ങളുടെ കടയിലേക്ക് ഒരു പൂമാല രേവതി ചേച്ചിട്ട് എടുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യാം, ഞങ്ങളുടെ ഡബ്ബിങ് സ്റ്റുഡിയോയിലേക്ക് പൂമാല ചേച്ചിയോട് എടുക്കാൻ റെക്കമെൻഡ് ചെയ്യാന്ന് പറയാം. അത് കേൾക്കുമ്പോൾ സച്ചി പറയണം, അച്ഛമ്മേ ഇത് ശരിയല്ല കേട്ടോ, വർഷത്തെ രേവതിയോട് ദോശ ഉണ്ടാക്കി തരാൻ പറയുമ്പോൾ അച്ഛമ്മ പറയാണ്, അതൊന്നും പറ്റില്ല വർഷം, നീ തന്നെ ഉണ്ടാക്കി കൊടുക്കണം. പറയുമ്പോൾ ശ്രീകാന്ത് പറഞ്ഞാൽ ശരിയാ വർഷം തന്നെ ഉണ്ടാക്കി തരണം പറയണം. അപ്പോൾ വർഷം പറയണം, എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാനല്ലല്ലോ നീയല്ലേ കഴിക്കണ ശ്രീകാന്ത് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ശ്രീകാന്ത് പെട്ട ഭാഗത്തിൽ നിൽക്കുകയാണ് കേട്ടോ അവിടെ. അങ്ങനെ ശ്രീകാന്ത് വർഷയും കൂടിയിട്ട് ദോശ പരത്താൻ കയറിയിട്ടുണ്ടല്ലോ. വർഷയ്ക്ക് പറ്റില്ല. അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെയല്ല വർഷം ഇങ്ങനെ ഒഴിക്കുന്നു പറഞ്ഞിട്ട് വർഷ ചേർത്ത് പിടിച്ച് ദോശ പരത്താണ്. അപ്പോൾ വർഷം പറഞ്ഞാൽ നല്ല റൊമാൻറ്റിക് ദോശയാണല്ലോ ശ്രീകാന്ത് ഉണ്ടാക്കണം എന്നൊക്കെ പറയണം. അങ്ങനെ ഒരു ദോശയൊക്കെ ഉണ്ടാക്കി മറച്ചിട്ട് വർഷം എന്ന് പറയുമ്പോൾ വർഷം നേരെ ദോശക്കല്ല് ഗ്യാസ് സ്റ്റവിൻ്റെ മുകളിലേക്ക് മറക്കാം. അയ്യോ ഇങ്ങനെയല്ല മണ്ടൂസേ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെ ദോശ ഉണ്ടാക്കാതെ മറിച്ചിട്ട്. എന്നൊക്കെ അവരങ്ങനെ ഭയങ്കര റൊമാൻറ്റിക് സീനിലാണ് അവർ ദോശയൊക്കെ ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ സച്ചിയുടെ രേവതിയുടെ ഊഴാണ്. അപ്പോൾ സച്ചി രേവതിയും ദോശ ഉണ്ടാക്കണം. അപ്പോൾ രേവതി ചോദിക്കണം, സച്ചിയിട്ട് നന്നായി ദോശയൊക്കെ പരത്തുണ്ടല്ലോ, അത് എവിടുന്നാണ് പഠിച്ചു വയ്ക്കുമ്പോൾ അത് ഞാൻ ശ്രീകാന്തിൻ്റെ കൂടെ കോഴ്സിന് പോയായിരുന്നു. അല്ല എനിക്ക് അത്യാവശ്യം പാചകമൊക്കെ അറിയാം എൻ്റെ രേവതിയെന്ന് പറയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിനക്കുണ്ടാക്കുന്ന സ്പെഷ്യൽ ദോശ ഇതിൽ ഇങ്ങനെ ഒരു സാധനം ചേർക്കുന്നുണ്ട് പറയാം. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ നീ ഒന്ന് കണ്ണടച്ചേ പറയാണ്. അപ്പോൾ രേവതി കണ്ണടയ്ക്കുമ്പോൾ സച്ചി വന്നിട്ട് രേവതിയുടെ നെറുകിലൊരു ഉമ്മ കൊടുക്കുകയാണ്. ഉമ്മ കൊടുക്കുമ്പോൾ രേവതി ദേ കള്ള, ഞാൻ ദേ ഇപ്പോൾ വിളിക്കൂട്ടോ ഞാൻ ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ എന്താ അവിടെ ചോദിക്കുകയാണ് അച്ഛമ്മ. അതേ അച്ഛമ്മയെ ഒന്നുമില്ല അച്ഛമ്മയെ, സച്ചേട്ടനെ കൈയൊന്ന് പൊള്ളിയതാന്ന് പറയണം. എന്നിട്ട് ആകെ സച്ചി ചമ്മിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് സച്ചി വേഗം ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടുന്ന് പോകണം. പിന്നെ ശ്രീകാന്ത് കറി ഉണ്ടാക്കണ ഭാഗമാണ് കേട്ടോ കാണിക്കണത്. ശ്രീകാന്ത് കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഉപ്പിട് പറയണം. അപ്പോൾ സച്ചി എന്താ അരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉപ്പിട് പറയുമ്പോൾ ശ്രുതി എന്നിട്ട് എവിടെ ഞാൻ ഒപ്പിടണ്ടോ ഒപ്പിടാനല്ല ശ്രുതിയേട്ടാ, ഉപ്പെടുക്കാനാണ് പറഞ്ഞത് പറയണം. അപ്പോൾ ഉപ്പല്ലേ, ഞാനൊരു ബിസിനസ് മാഗ്നറ്റ് ആയി കാരണം എനിക്ക് എപ്പോഴും ഒപ്പിടേണ്ട ചിന്ത മാത്രമേ ഉള്ളൂ പറഞ്ഞിട്ട് ഉപ്പെടുത്ത് കൊടുക്കണം. അപ്പോൾ ശ്രീകാന്ത് കറിയിൽ ഉപ്പിടുമ്പോൾ വീണ്ടും വീണ്ടും ഉപ്പിടാൻ പോകണം. ശ്രുതിയേട്ടൻ എവിടേക്ക് പോകണേ? അല്ല ഞാൻ ഉപ്പിടണ്ടേ, നീ ഇട്ടില്ലേ, ഞാൻ എൻ്റെ വക ഇടണ്ടേ പറയുമ്പോൾ പറയാം ശ്രുതിയേട്ടൻ കഴിക്കണ കറിയിൽ ഉപ്പിട്ടാൽ മതി, ശ്രുതിയേട്ടനെ വിളമ്പുമ്പോൾ ഉപ്പിട്ടാൽ മതി, ഇതിൽ ഞാൻ ഇട്ടോളാട്ടോ എന്ന് പറയണം. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് സച്ചി നിന്ന് ചിരിക്കാൻ. പക്ഷെ ഭയങ്കരമായിട്ട് അവർ ഏട്ടാനിയന്മാരുടെ ഒരു രസമായിട്ടുള്ളൊരു കുക്കിംഗ് ആണ് കേട്ടോ അവിടെ കാണുന്നത്. ഇങ്ങനെ ശ്രീകാന്തിന് കറിയിലേക്ക് അരച്ചത് സച്ചി കൊടുക്കണം. ശ്രീകാന്ത് കറിയിൽ ഒഴിക്കുകയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട്. ദാസ എന്ന് പറയുമ്പോൾ പറയണം, ഞാൻ ദാസനൊന്നല്ല പറയണം ശ്രുതി, ഞാനേ ഒരു ബിസിനസ് മാഗ്നറ്റാണ്, ഞാൻ ബിസിനസ് മുതലാളിയാണ് പറയുമ്പോൾ സച്ചി പറയാം, ഈ നിലയ്ക്കാണെങ്കിൽ താമസിക്കാതെ മുതലാളി തൊഴിലാളിയാവും എന്ന് പറയുമ്പോൾ ശ്രുതി പറയണത് നീ നീ വെറുതെ എന്നെ തളർത്താൻ നോക്കണ്ട കേട്ടോ സച്ചി, മിണ്ടാതിരുന്നോ എന്നൊക്കെ പറയണം. ഈ സമയത്ത് സച്ചിയുടെ ശ്രീകാന്തിൻ്റെ കറി റെഡിയാണ്. ശ്രീകാന്ത് പറയുന്നത് സച്ചിയുടെ അതൊന്ന് ഉപ്പ് നോക്കിയെന്ന് പറഞ്ഞിട്ട് സച്ചിക്ക് കുറച്ച് കൊടുക്കണം. അപ്പോൾ സച്ചിക്ക് കൊടുക്കുമ്പോൾ ശ്രുതി പറയും എനിക്കും വേണമെന്ന് പറഞ്ഞിട്ട് ശ്രുതി കൈ നീട്ടുമ്പോൾ ശ്രീകാന്ത് വെച്ച് കൊടുക്കുമ്പോൾ അയ്യോ എൻ്റെ കൈ പൊള്ളിയേ പറഞ്ഞിട്ട് കൈ പൊടിയാണ്. അപ്പോൾ സച്ചി ഇത് ടേസ്റ്റ് നോക്കിയിട്ട് പറയും അടിപൊളിയുണ്ട് ശ്രീകാന്ത്, നീ നല്ലൊരു ഒന്നൊന്നാന്തരം കുക്കാണ് കേട്ടോ, അടിപൊളിയുണ്ട് നിൻ്റെ കറി എന്ന് പറയുമ്പോൾ ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ശ്രുതിക്ക് അത് കഴിക്കാൻ പറ്റിയില്ല കൈ പൊള്ളിയിട്ട്. അപ്പോൾ ഇങ്ങനെ ശ്രുതി വീഴ്ച നിൽക്കുകയാണ്. അങ്ങനെ അവരുടെ ആ ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള മൊമെൻറ്റിലാണ് ഇന്നത്തെ ചെമ്പനിപ്പൂ അവസാനിക്കുന്നത്. അപ്പോൾ ഇന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എനിക്ക് വേണം. അപ്പോൾ എല്ലാവരോടും താങ്ക് യു.